ഭീകര സംഘടനകൾ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതുകയാണ്. തോക്കുകൾക്കും ബോംബുകൾക്കും പകരം ആശയങ്ങൾ ആയുധമാക്കി പുതിയൊരു സൈന്യത്തെ വാർത്തെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അതും സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്. ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് അഥവാ JMB ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സിസ്റ്റർ വിങ് എന്ന പേരിൽ ഒരു വനിതാ സംഘത്തിന് രൂപം നൽകുന്നതായാണ് ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. പുതിയ വേഷത്തിൽ പുതിയ ഇടങ്ങൾ തേടിയുള്ള ഭീകരരുടെ ഈ നീക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ലഷ്കർ-ഇ-ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ഇതിനകം തന്നെ സ്വന്തമായി വനിതാ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ JMBയും ഇതേ പാത തന്നെ പിന്തുടരുകയാണ്. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഇവർ സാന്നിധ്യം അറിയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദക്ഷിണേന്ത്യ തങ്ങൾക്ക് കൂടുതൽ വളക്കൂറുള്ള മണ്ണാണെന്ന തിരിച്ചറിവിലാണ് JMBയും ഇസ്ലാമിക് സ്റ്റേറ്റുമെല്ലാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ വനിതാ വിഭാഗത്തെ സജീവമാക്കാൻ ശ്രമിക്കുന്നത്. ഉടനടി ഒരു ആക്രമണം നടത്തുക എന്നതിലുപരി സമൂഹ മാധ്യമങ്ങൾ വഴി ആശയപ്രചാരണം നടത്തി പരമാവധി സ്ത്രീകളെ തങ്ങളുടെ വലയിലാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിർമ്മിച്ച് ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളെ കണ്ടെത്താൻ ഈ ശൃംഖലയിലുള്ളവർക്ക് കർശന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ ഇവരുടെ ഈ നീക്കങ്ങൾ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. 2016 ബംഗ്ലാദേശിലാണ് JMB ആദ്യമായി ഇത്തരമൊരു വനിതാ സംഘം രൂപീകരിക്കാൻ പദ്ധതിയിട്ടത്. എന്നാൽ അന്ന് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിലായിരുന്ന ബംഗ്ലാദേശിന്റെ അന്വേഷണ ഏജൻസികൾ ഈ നീക്കം പാടെ തകർത്തെറിയുകയായിരുന്നു. പിന്നീട് 2020 ഫെബ്രുവരിയിലും മാർച്ചിലുമായി അറസ്റ്റിലായ അസ്മാനി ഖാത്തുൻ എന്ന അസ്മ, ഷിറിൻ ഖാത്തുൻ എന്നിവരിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ ഈ പുതിയ നീക്കങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചത്. വൻതോതിൽ റിക്രൂട്ട്മെന്റ് നടത്താനും ആശയ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകാനുമായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. എന്തുകൊണ്ട് ദക്ഷിണേന്ത്യ? 2016 കേരളത്തിൽ നിന്ന് 21 പേർ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യയിൽ ചേർന്ന സംഭവം ഓർമ്മയുണ്ടോ? അതുതന്നെയാണ് ഇതിനുള്ള ഉത്തരം. അന്ന് നാടുവിട്ടവരിൽ നിരവധി സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു. വർഷങ്ങളോളം നീണ്ട ബ്രെയിൻ വാഷിങ്ങിന് ശേഷമാണ് ഇവരെ അവിടേക്ക് കൊണ്ടുപോയത്. ഈ സംഭവം നൽകിയ ആത്മവിശ്വാസമാണ് ദക്ഷിണേന്ത്യയിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭീകരരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ എത്തിയവരുടെ നരകതുല്യമായിട്ടുള്ള ജീവിതം പുറത്തറിഞ്ഞത് പലരെയും പിന്നീട് പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനി റിക്രൂട്ട് ചെയ്യുന്നവരെ വിദേശത്തേക്ക് കടത്തുന്നതിന് പകരം സ്വന്തം നാട്ടിലിരുന്ന് തന്നെ ആശയപ്രചാരണം നടത്താൻ കഴിയുന്ന ഒരു വലിയ സൈന്യത്തെ സൃഷ്ടിക്കാനാണ് ഭീകരർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ആക്രമണങ്ങളെക്കാൾ ഫലപ്രദം ശക്തമായ ആശയപ്രചാരണങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദി കേരള സ്റ്റോറി, കേരള സ്റ്റോറി 2 എന്നീ ചിത്രങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ വലിയ പുകലുകൾ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനം ഇല്ല, തീവ്രവാദ റിക്രൂട്ടിംഗ് ഇല്ല, ഇവിടെ എല്ലാവരും മതസൗഹാർദ്ദത്തോടെയാണ് കഴിയുന്നത് എന്നൊരു നറേറ്റീവ് സൃഷ്ടിച്ച് ഈ യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കാനാണ് നമ്മുടെ നാട്ടിലെ സഖാക്കളും മതമൗലികവാദികളുമൊക്കെ ശ്രമിച്ചത്. ഇവർ പറയുന്നത് പോലെ കേരളത്തിന് മതസൗഹാർദ്ദപരമായിട്ടുള്ളൊരു മുഖമുണ്ട് എന്ന് തന്നെ സമ്മതിക്കാം. പക്ഷേ മറുവശത്ത് കേരളത്തിന്റെ ഈ ഭീകരവാദത്തിന്റെ മുഖവും ഒരു യാഥാർത്ഥ്യമാണ്. 4 വോട്ടിന് വേണ്ടി അത് കാണാതിരിക്കുന്നതിലെ അപകടം എത്രത്തോളമാണെന്ന് ഇവർക്കറിയില്ല. കേരളത്തിൽ BJP വേരുപിടിക്കുന്നത് തടയാൻ വേണ്ടി ഇവർ ഇസ്ലാമിക മതമൗലികവാദികളുടെ കൈവെള്ളയിലേക്ക് കേരളത്തിന് വച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറയേണ്ട വാക്ക് വച്ചു കൊടുക്കുകയാണെന്നല്ല, വേറെയാണ്, അതിവിടെ പറയുന്നില്ല എന്ന് മാത്രം. ഓർക്കണം, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് തങ്ങൾ സ്വീകരിക്കും എന്നല്ല VD സതീശൻ പറഞ്ഞത്. പകരം പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുകയായിരുന്നു. പാർട്ടി ഭരണഘടനയിൽ തന്നെ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിത ലക്ഷ്യമുള്ള, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്ത, ശരീഅത്ത് നിയമത്തിനെ മുറുകെ പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ അവർക്ക് മതേതരവാദികളാണത്രേ. കാര്യങ്ങൾ അവിടം വരെ എത്തി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രൊപ്പഗണ്ടയാണ് കട്ടിംഗ് സൗത്ത്. നിങ്ങളിൽ പലരും ഇത് ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചാരം നേടിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. സാംസ്കാരികമായി ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയിൽ നിന്നും വ്യത്യസ്തമാണെന്നും അതിനാൽ ഇതൊരു പ്രത്യേക രാജ്യമായി മാറണമെന്നുമുള്ള തീവ്രമായിട്ടുള്ള വാദമാണിത്. 2018 പ്രളയകാലത്താണ് കേരളത്തിൽ ഈ ആശയം വലിയ തോതിൽ പ്രചാരം നേടിയത് എന്ന് ഓർക്കണം. കേന്ദ്ര സർക്കാരിനോടോ BJPയോടോ നരേന്ദ്രമോദിയോടോ ഉള്ള വിരോധത്തിന്റെ മറവിൽ ഉത്തരേന്ത്യക്കാർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ അവർ കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത തവണ കട്ടിംഗ് സൗത്ത് വാദവുമായി ആരെങ്കിലും വരുമ്പോൾ അതൊരു സാധാരണക്കാരന്റെ ഭരണവിരുദ്ധ വികാരമല്ലെന്നും മറിച്ച് ഈ വലിയ തീവ്രവാദ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിരിക്കാം അവരെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ആക്രമണം നടത്തുന്നതിനേക്കാൾ തുടക്കത്തിൽ ഇത്തരം പ്രോപ്പഗണ്ടകൾ ആണ് നല്ലതെന്ന് JMB ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആളുകളുടെ മനസ്സുകളിലേക്കാണ് ഇവർ ആദ്യം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. മനസ്സുകളെ കീഴടക്കുക എന്നതാണ് ലക്ഷ്യം. അതിൽ വിജയിച്ചാൽ തുടർന്നുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ എളുപ്പമാണ്. ഈ ആദ്യ പടിയിൽ ഒരു പരിധിവരെ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
അവർക്കിടയിൽ നിന്ന് തന്നെ ഒരാളെ തലവനായി തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ തലൈവിയായി തെരഞ്ഞെടുത്ത് ദക്ഷിണേന്ത്യയിലെ മറ്റുള്ളവർക്ക് പരിശീലനം നൽകാനാണ് പദ്ധതി. ഇന്റലിജൻസ് ഏജൻസികൾ ഈ നീക്കങ്ങൾക്കെതിരെ കനത്ത ജാഗ്രതയിലാണ്. എന്നാൽ കേവലം നിരീക്ഷണം കൊണ്ട് മാത്രം ഈ വിപത്തിനെ നേരിടാനാവില്ല. മാറുന്ന ഈ ഭീകരതന്ത്രങ്ങളെ ചെറുക്കാൻ ശക്തമായ ഡീറാഡിക്കലൈസേഷൻ അഥവാ തീവ്രവാദ ചിന്തകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള ക്യാമ്പുകൾ രാജ്യത്ത് കൂടുതൽ സജീവമാകേണ്ടത് അനിവാര്യമാണെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇത്തരം ക്യാമ്പുകൾ ഉണ്ടെങ്കിലും JMB അടക്കമുള്ളവയുടെ തന്ത്രങ്ങൾ മാറിയ സാഹചര്യത്തിൽ അവ കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഭീഷണിയുടെ സ്വഭാവം മാറുമ്പോൾ നമ്മുടെ പ്രതിരോധവും അതിനനുസരിച്ച് മാറണം. ഇനി ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കാൻ വരുന്നവരോട് ഒരു കാര്യം മാത്രം പറയാം. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല, മറിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം ഗൗരവമേറിയ വാർത്തകൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യം നൽകുന്നില്ല എന്ന് നമ്മുടെ മുഖ്യധാര മലയാള മാധ്യമങ്ങളോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. JMB, സിസ്റ്റർ വിംഗ്, സൗത്ത് ഇന്ത്യ എന്നീ കീവേഡുകൾ ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ IANS ഉൾപ്പെടെയുള്ള പ്രമുഖ ദേശീയ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് നേരിട്ട് വായിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത നൽകുന്നു എന്നല്ല, മുഖ്യധാര മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും നിങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്.